എന്താണാവോ ഈ വരവിന്റെ ഉദ്ദേശം? എന്താണ്? പാസ്പോർട്ട്. സി മാഡം, മാഡം ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന പ്രതീഷിന്റെ പാസ്പോർട്ട് ഇങ്ങനെ തന്നിരുന്നെങ്കിൽ നമ്മൾ ഇതുവഴിയും പോയനായിരുന്നു. അയ്യോ, തന്നാ ഉടനെ പോകും. അത് ശരി. അതേ തരാമായിരുന്നു, പക്ഷെ ഇപ്പൊ തൽക്കാലം സാധനം ഇവിടെ ഇല്ല. പോലീസ് വരട്ടെ. പോലീസ് എന്തിനാണ് മാഡം? പോലീസ് എന്തിനാ വരുന്നത്? ഒരു സാധനം കാണാനില്ല, അത് അവിടെ എഴുതി കൊടുത്തു, അത് അന്വേഷിച്ച് പോലീസ് ഇപ്പൊ വരും. മനസ്സിലായോ? ഇന്നലെ രാത്രി മുതൽ ഇവിടെ പാസ്പോർട്ട് കാണുന്നില്ല. പോലീസ് വരും. അതെ അമ്മ, പോലീസിന്റെ കാര്യം പറഞ്ഞൊന്നും വരട്ടാൻ നിൽക്കല്ലേ. പാസ്പോർട്ടൊക്കെ കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ഓ, നിന്റെ പേരൊക്കെ പറഞ്ഞു പോലീസിന്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തോന്ന് സമ്പാദിക്കാനാടാ കോടികള്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വന്ന വഴി ഇറങ്ങി അങ്ങ് പോ. ചുമ്മാ അളിയാ, പാസ്പോർട്ട് ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടൻ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ പാസ്പോർട്ട് ഇന്ന് വരുവാണെങ്കിൽ തരാന്ന്. ഇതെന്താ ഒറ്റ രാത്രി കൊണ്ട് പാസ്പോർട്ട് ആരും എടുത്തോണ്ട് പോകും? മതിയല്ലോ. ഓട്ടിക്കുന്ന ഒരു രാത്രി വേണ്ടല്ലോ, ഒരു സെക്കൻഡ് പോരെ. ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ സത്യം തന്നെ. ആ പ്രശ്നമോ പറഞ്ഞു. പക്ഷെ നേരം വിളിച്ച് പാസ്പോർട്ട് നോക്കിയപ്പോ കാണുന്നില്ല. എനിക്കറിയത്തില്ല, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് ഇപ്പൊ വരും. ഇല്ലമ്മ, എന്താണ് ഞാൻ പാസ്പോർട്ട് കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് പോകത്തുള്ളൂ. മതിയല്ലോ. അതല്ലടിയാ, മാഡം പറഞ്ഞാൽ കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. നിന്നെ ഈ പാസ്പോർട്ടിന്റെ പേരും പറഞ്ഞ് എടുത്ത് കിടന്ന് വിളിക്കുന്നില്ലേ? ചുമ്മാ അല്ലടിയാ, ഏതൊരു ദുഷ്ട ഗുണാന്ന് പറഞ്ഞ പ്രശ്നമോ വരുന്നല്ലോ. എന്തിനാ നീ? അമ്മ, ഇനി ഇവിടെ ചെടിച്ചട്ടികളൊക്കെ പൊട്ടിക്കുണ്ടോ? അയ്യോ, അത് കഴിഞ്ഞു പോയ സീനാ മോനെ. ഇത്തവണ പുതിയ നമ്പറാ, പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതൊക്കെ ഇരിക്കട്ടെ. നീ സ്റ്റേഷനിൽ പോയി കണ്ടോ? കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. SI സ്ഥലത്തില്ല, വരുമ്പോ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞ. കൊള്ളാം. അതെ, നല്ല സൂപ്പർ കള്ളം. എന്റെ പൊന്നളിയാ, ഇത് ഇവരുടെ രണ്ടുപേരുടെ പ്ലാനിങ്ങാ. ഇവര് തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച എന്റെ പാസ്പോർട്ട് ഊച്ചാ പോരെ. അതേടാ, ഞങ്ങള് തന്നെ മാറ്റി വെച്ചതാ. സത്യവാദി പറയുന്നത് കേട്ടോ. നിനക്കേ കഴിവുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും. കുറെ നേരം കൊണ്ട് പാസ്പോർട്ടേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നല്ലോ. കിട്ടിയാ അങ്ങോട്ട് മല പറിക്കും എന്റെ മോന്. ഇന്നലെയാണോ പാസ്പോർട്ട് കാണാതായത്? ആയിരിക്കും മോളെ. ഇന്നലെ മുത്തോങ്കൾ അച്ഛമ്മയുടെ ഷെൽഫിന്റെ അടുത്ത് നിക്കുന്ന കണ്ടു. ഞാൻ ചോദിച്ചപ്പോ പാറ്റിയോ കൊല്ലാൻ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞു. മുത്തു ഇനി മുത്തോങ്കളായിരിക്കും അച്ഛമ്മ അതെടുത്തത്? ആവാനാ മക്കളെ സാധ്യത. അയ്യോ, അമ്മ തന്നെ ആയിരിക്കും. ഇന്നലെ മുത്തോണ്ണന്റെ അടുത്ത് പോലീസിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ നിന്ന് പരിങ്ങിയത് കണ്ടിയാ. നേരാ, അവനാകെ മൊത്തം ഒരു പേടിയായിരുന്നു അന്നേരം. അയ്യോ, പിടിച്ചെന്നാണ് തോന്നുന്നത്. ഓടിയാലാ പിടിക്കളിയാ. ഞാനല്ല, ഞാനല്ല, ഇല്ല ഇല്ല, ഞാനല്ല, സത്യം ഞാനല്ല. എന്തോന്നാടാ മുത്തു, നീ എവിടെ എടുത്തോണ്ട് പോയതാ പാസ്പോർട്ട്? അത് കൊച്ചമ്മ, പ്രതീക്ഷ കുഞ്ഞു വന്നാല് കൊച്ചമ്മക്ക് മനസ്സമാനം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് പാസ്പോർട്ട് എടുത്ത് ഒളിപ്പിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പ്രതീക്ഷ കുഞ്ഞിനെ കൊണ്ടുവരാന്ന്. പക്ഷെ പോലീസ് കേസാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കൊച്ചമ്മ. അമ്മ, എന്നിട്ട് പാസ്പോർട്ട് എവിടെ? അത് ഇവിടെ വച്ചിരുന്ന എന്നെ കൈയോടെ പൊക്കൂലേ. ഞാൻ നമ്മളെ രമണിയുടെ വെറ്റിലെ സഞ്ചിയിൽ കൊണ്ടിട്ട്. വേറൊരു സ്ഥലവും നിങ്ങൾ കണ്ടില്ലേ? അല്ല, ബാങ്കിനേക്കാളും സേഫ് ആണ് അവിടെ വെറ്റിലെ സഞ്ചി. ആണോ? അയ്യോ, കേട്ടല്ലോ. മനസ്സിലാവാത്തവരും കേൾക്കാത്തവരും ഒക്കെ മനസ്സിലാക്കിയല്ലോ. എവിടാന്ന് വെച്ചാ എടുത്ത് കൊടുക്കടാ. ഓ, എടുത്തു കൊടുക്കാം. പോട്ടെ മേഡം. ചെല്ല്. അതെ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോണത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുറുക്ക സഞ്ചി. അല്ല, അത് കാണാനൊന്നുമില്ല. അവിടെ തന്നെയാണോ? ആ തന്നെ, ഞാൻ എടുത്തോണ്ട് വന്നാ പോരെ. നമുക്ക് കാണണ്ടേ അത്? താഴെ ഇറക്കടാ. അണ്ണാ, എവിടാ അണ്ണാ? ഇവിടെ ഇവിടെയോ? എനിക്കറിയാം ഈ സ്പോട്ട്. നിനക്കറിയായിരുന്നോ? എനിക്കറിയാം. അണ്ണാ,
ജമിനിയെ വിളിക്കണ്ട, ചിമ്മിനിയും വിളക്കണ്ണേ. ചിമ്മിനിയും വിളക്കണ്ണേ. അണ്ണാ ആ പെണ്ണിന്റെ പേരെന്തോ? ചക്കരയെന്നോ ജമിനി എന്നാ അണ്ണൻ വിളിച്ചില്ലേ ഒന്ന്? അത് വീട്ടിൽ പേര് ചക്കര, അല്ലാതെ വിളിക്കുന്നത് രമണി. ആധാറിൽ മാറ്റമുണ്ടോ? ഓ, മാറ്റമില്ല. എന്റെ പൊന്നെണ്ണ അവളുടെ ജാതകം പറഞ്ഞോണ്ടിരിക്കല്ലേ പറഞ്ഞത്. മര്യാദയ്ക്ക് രമണി ഇങ്ങോട്ട് വിളിച്ചേ. എന്റെ പാസ്പോർട്ട് വേണം. ഞാൻ വിളിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്തോന്ന് കുഴപ്പമുണ്ടോ ഇനി? ഈ രമണിയുടെ ഫോൺ എന്റെ കയ്യിലാണ്. അയ്യോ, കംപ്ലീറ്റ് ചേഞ്ച് ആയി. കംപ്ലീറ്റ് നിങ്ങൾ കൈമാറിയോണ്ണ. അണ്ണ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്റെ പാസ്പോർട്ട് എങ്ങാനും എന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാം. ഇല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.